ഞാൻ സ്നേഹത്തോടെ തയ്യാറാക്കിയത് ദൈവകൃപയാൽ നയിക്കപ്പെട്ടത് എൻ്റെ അടുക്കളയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വീക്ക് ഡേയ്സിൽ ഒരു ലഞ്ചാണ്. ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അങ്കമാലി മാങ്ങാക്കറിയുണ്ട്, ചെറുപയർ തോരനുണ്ട്, പിന്നെ മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അങ്കമാലി മാങ്ങാക്കറിയാണ്. വളരെ ടേസ്റ്റിയാണ്, ചോറ് കഴിക്കാനൊക്കെ ഒത്തിരി നല്ല ടേസ്റ്റുള്ള മാങ്ങാക്കറിയാണ്. നമുക്കിത് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇടത്തരം 2 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മുളക് പൊടി, കറിവേപ്പില, അതുപോലെ തന്നെ 3 പച്ചമുളക്, ഉപ്പ്, അതുപോലെ തന്നെ ഇനി ആവശ്യത്തിന് 1 കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മണം. ഇതുപോലെ തന്നെ നല്ലപോലെ തിരുമ്മി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണേ. കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി എടുക്കണം. നല്ലപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ മാങ്ങ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മാങ്ങ അരിഞ്ഞും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഭയങ്കരമായിട്ട് ഇനി അങ്ങ് തിരുമ്മി മാങ്ങ ഉടച്ചു കളയേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. 1 സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി അധികം ചേർക്കണ്ട, മാങ്ങയുടെ പുളി അനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ തേങ്ങ പിഴിഞ്ഞതിൻ്റെ 2ാമത്തെ പാലും 3ാമത്തെ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. തേങ്ങ നമ്മൾ പിഴിഞ്ഞെടുത്തതിൻ്റെ 2ാമത്തെ പാലും 3ാമത്തെ പാലും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പാല് കറി തിളച്ച് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പം നമുക്കിത് തികച്ച് കറി തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പതിയെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉള്ളിയും വറ്റൽമുളകും കരിയാപ്പിലയും കൂടി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് വരണം. അപ്പോൾ ഉള്ളിയും മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കും. ഈ കറി ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കണേ.